മാസപ്പടി കേസിൽ നിർണായക ചോദ്യം ചെയ്യലുകളിലേക്ക് നീങ്ങി ഇഡിയും CMRL സുതാര്യമല്ലാത്ത സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടുണ്ട് എന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് ഇഡി. CMRL എക്സാലോജിക് ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ഇഡി അന്വേഷിക്കുന്നത്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ കുമാർ, നമുക്കറിയാം ഈ CMRLുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വളരെ നിർണായകമാണ്. അവിടെ ഇഡി നിർണായക ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുന്നു. CMRLന് സുതാര്യമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണല്ലോ പ്രാഥമിക വിലയിരുത്തൽ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഏതായാലും SFIയുടെ അന്വേഷണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലടക്കം ശേഖരിച്ചുകൊണ്ടായിരിക്കും ഇഡിയുടെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ CRMLുമായിട്ട് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. 135 കോടി രൂപയുടെ ഇടപാടുകൾ, CMRLൻ്റെതായിട്ടുള്ള ഈ ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണങ്ങൾ നടക്കുന്നത്. പ്രധാനമായിട്ടും ഈ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായിട്ട് CMRL നടത്തിയിട്ടുള്ള ഇടപാടുകൾ അത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇഡി പരിശോധിക്കുന്നത്. ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ചില സാമ്പത്തിക ഇടപാടുകളിൽ സംബന്ധിച്ചുള്ള കൃത്രിമങ്ങളും സംശയങ്ങളും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. 2012-13 കാലഘട്ടത്തിലും ഒപ്പം തന്നെ 2018 തൊട്ട് 19 വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ എല്ലാം തന്നെ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടിലാണ് ഇത്തരത്തിലൊരു ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. 103 കോടി രൂപയുടെ ക്രമക്കേടുകളാണ് ഇത്തരത്തിൽ കണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഗതാഗതം, ഒപ്പം തന്നെ മാലിന്യ നീക്കം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൻ്റെ ചിലവുകളായിട്ട് കമ്പനി കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ സംശയം ജനിപ്പിക്കുന്നതാണ് എന്ന് തന്നെയാണ് ഇഡി പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതായാലും ഇഡി കൂടുതൽ പേരെ, പ്രത്യേകിച്ച് ഈ CMRLിലെയും ഒപ്പം തന്നെ എക്സാലോജിക്കിലെയും കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഒരുങ്ങുന്നത്. തീർച്ചയായും മാസപ്പടി കേസിലാണ് ഇഡി പുതിയ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നത്. അത് CMRLനും എക്സാലോജിക്കിനും വളരെ നിർണായകമാണ് എന്നുള്ള വിവരങ്ങളാണ് കിരൺ കുമാർ പങ്കുവെക്കുന്നത്.